ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 6ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയുടെ കീഴിലും 6ാം ക്ലാസ്സിലേക്ക് അഹ്കാമു തജ്വീദ് അതിലെ അദ്ദറസു സാനി രണ്ടാമത്തെ പാഠം അഹ്കാമു നൂനി സാക്കിന, സാക്കിനായ നൂനിൻ്റെ വിധികൾ. സാക്കിനായ നൂനിൻ്റെ വിധികളാണ് ഇവിടെ പഠിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? സാക്കിനായ നൂനിനും തൻവീനിനും 5 നിയമങ്ങളുണ്ട്. സാക്കിനായ നൂനിനും തൻവീനിനും 5 നിയമങ്ങളുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ അപ്ഡേഷൻ വന്നപ്പോൾ നമുക്ക് ഒന്ന് 6ാം ക്ലാസ്സിലേക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പാഠഭാഗത്ത് വന്നത്. മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ സാക്കിനായ നൂനിനും തൻവീനും 5 നിയമങ്ങളാണുള്ളതെന്ന് മുമ്പ് നാം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 നിയമങ്ങൾ? ഇൽഹാർ, ഇദാമും ബി ഉന്ന, ഇദാമും ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ എന്നിവയാണത്. താഴെ കൊടുത്ത ഉദാഹരണങ്ങളിലൂടെ പ്രസ്തുത നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. താഴെ കുറച്ച് ഉദാഹരണങ്ങൾ. ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങൾ, ഇദാമും ബി ഉന്നയുടെ 4 അക്ഷരങ്ങൾ, ഇദാമും ബിലാ ഉന്നയുടെ 2 അക്ഷരങ്ങൾ, ഇഖ്ലാബിന് 1 അക്ഷരം, ഇഖ്ഫാദിന് 15 അക്ഷരങ്ങൾ. ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. സാക്കിനായ നൂനിന് ശേഷം വിവിധ അക്ഷരങ്ങൾ വന്ന ഉദാഹരണങ്ങളാണ് താഴെ കൊടുക്കുന്നത്. സാക്കിനായ നൂനിന് ശേഷം വന്നത്. അപ്പോൾ ഹുറൂഫ് എന്ന് പറഞ്ഞ അക്ഷരങ്ങളാണ്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണ് അംസ, ഹ, ഐന്, ഹ, ഒയിന്, ഹ. 6 അക്ഷരങ്ങളാണ് ഇൽഹാറിന്. നൂന് സാക്കിന, സാക്കിനായ നൂനിന് ശേഷം വന്നതിനുള്ള 2 ഉദാഹരണങ്ങളാണ് നമുക്കിവിടെ തന്നത്. അംസ, ഇവിടെ മിൻ അഹ്ലിൽ കിതാബി, മിൻ അഹ്ലിൽ കിതാബി എന്ന് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നൂനിന് ശേഷം ഹംസ വന്നു. അതുപോലെ അൻ അസ്ഹാബി, അൻ അസ്ഹാബി നൂനിന് ശേഷം ഹംസ വന്നു. അപ്പോൾ അതുപോലെ നമ്മളെ ഹ വന്നു, നൂനിന് ശേഷം ഹ വന്നു, നൂനിന് ശേഷം ഐന് വന്നു, നൂനിന് ശേഷം ഹ വന്നു, നൂനിന് ശേഷം ഐന് വന്നു, നൂനിന് ശേഷം ഐന് വന്നു, നൂനിന് ശേഷം ഹ വന്നു. അങ്ങനെ നമുക്ക് ഉദാഹരണങ്ങൾ തന്നതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇൽഹാർ എന്ന് പറഞ്ഞാൽ നൂനിനെ വെളിവാക്കലാണ്. നൂനിനെ വെളിവാക്കലാണ് ഇൽഹാർ. മിൻ എന്ന് വെളിവാക്കണം. നമ്മൾ ഇദാം ബി ഉന്നയിലും ഇദാം ബിലാ ഉന്നയിലൊക്കെ ഉന്നത്തും ഉന്നത്ത് കൂടാതെയൊക്കെയാണ് ഓതുക. ഇവിടെ വെളിവാക്കലാണ് മിൻ അഹ്ലി. അപ്പോൾ ഇദാം ബി ഉന്നയിലാണ് മീയ, മീയ, യയിലേക്ക് നൂനിനെ വെളിവാക്കാതെ ഉന്നത്ത് ചെയ്യാണ് ചെയ്തത്. മിർ റഹ്മാൻ, മിറ, അവിടെ നൂനൊന്നും പറയണില്ല, ഉന്നത്ത് കൂടാതെ റായിലേക്ക് നമ്മൾ ചേർത്ത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വെളിവാക്കണം അൻ. അപ്പോൾ ഇവിടെ സാക്കിനായ നൂനാണെങ്കിൽ കൂടിയിട്ട് ഇവിടെ സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂന് തന്നെയാണ് സാക്കിനായ നൂന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വന്നതാണ് ഇത് മുഴുവനും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതുപോലെ നമുക്ക് തൻവീനിന് ശേഷം വരുന്നത് മറ്റൊരു പാഠത്തിൽ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അവിടെ വെളിവാക്കി ഓതണം, മനസ്സിലാക്കുക. പിന്നെ ഇദ്ഗാമും ബിഉന്നയാണ്. ഇദ്ഗാം ബിഉന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്തോട് കൂടിയിട്ട് ഇദ്ഗാം ചെയ്യാം. നൂനിനും തൻവീനും ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായ നൂന്, വാവ്, മീമ്, യ. ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരങ്ങളാണ് നൂന്, വാവ്, മീമ്, യ. ഇത് ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഉന്നത്ത് ചെയ്തിട്ട് വേണം ഓതാൻ. ഇവിടെ ഫമിന്നഫ്സിക്ക, ഫമിന്നഫ്സിക്ക, ഈ നൂന് ഇതിലേക്ക് ഉന്നത്ത് ചെയ്ത് ഷദ് ചെയ്ത്. മിംവറ, മിംവറക്കിൻ, മനസ്സിലായോ? മിംവറക്കിൻ, വാവ്. ഇവിടെ മിമ്മക്കാമി, മീയൗമി, മനസ്സിലായില്ല? അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. നൂനിന് ശേഷം വന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇദാം ബിഉന്ന ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാം. അടുത്തത് ഇദാമും ബിലാവുന്ന. ഇദാം ബിലാവുന്നക്ക് 2 അക്ഷരങ്ങളാണ് ലാമും റാവും. ഇവിടെ ഉന്നത്ത് കൂടാതെയാണ് ഓതേണ്ടത്. വമല്ലം
ഫമല്ലം. മനസ്സിലായില്ലേ? മിർ റബ്ബിക. അപ്പം അത് നൂനിന് ശേഷം ലാമ് റാ വന്നതിൻ്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. ഇദാം ബിലാവുന്നക്ക് 2 അക്ഷരങ്ങൾ ആണ് ഉള്ളത്. അടുത്തതാ ഇക്ലാബ്. ഇക്ലാബിന് ആകെ ഒരു അക്ഷരമേ ഉള്ളൂ, ബാ. ഇക്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൂനിനും തൻവീനും ശേഷം ബാ വന്നാൽ ആ നൂനിനെയും തൻവീനെയും മീമാക്കി ഉന്നത്ത് ചെയ്യണം. മീമാക്കിയിട്ട് ഈ നൂനിനെ മീമാക്കണം. തൻവീൻ്റെ വരവുണ്ട്, അപ്പോൾ അവിടെ തൻവീന് ശേഷമാണ് ബാ വന്നതെങ്കിൽ അത് ആ തൻവീനെ മീമാക്കണം. അപ്പോൾ അവിടെ മിൻ ബാഴതി എന്നുള്ളത് നമ്മൾ ഇക്ലാബ് വരുമ്പോൾ എങ്ങനെയാണ്? മിംബാഴതി, മിം എന്നാണ് പറയുന്നത്. ഈ നൂനിനെ മീമാക്കുകയാണ്. മിംബാഴതി അമ്പൈനത്തി. മനസ്സിലായില്ല? ആ രീതിയിൽ ഇക്ലാബ്. നൂനിന് ശേഷം ബാ വന്നാൽ ആ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം. മനസ്സിലാക്കുക. അടുത്തതാ ഇഖ്ഫാ. ഇഖ്ഫാദിന് 15 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ അക്ഷരങ്ങളല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും ഇഖ്ഫാ ആണ്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്കലാണ്. അപ്പോൾ ഇഖ്ഫാ മറച്ച് മണിക്കലാണ്. അപ്പോൾ ഇവിടെ താ, നൂനിന് ശേഷം താ വന്ന് വമൻ താബ. മനസ്സിലായില്ലേ? ഫമൻ സക്കുലത്ത്. അപ്പോൾ അതൊക്കെ 15 അക്ഷരങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നൂനിന് ശേഷം 15 അക്ഷരങ്ങൾ വന്ന ഉദാഹരണങ്ങളൊക്കെ 2 വീതം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. എക്സാമിന് നൂനിന് ശേഷം ഇഖ്ഫാ ആയതിന് ഉദാഹരണം എഴുതാന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു അക്ഷരം 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വെച്ചൊക്കെ എഴുതാൻ കഴിയണം. അപ്പോൾ വേർഡ്സുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്കിവിടെ നോക്കി ഓതാനും ഹിഫ്സിനും വരുന്നത്, നോക്കി ഓതാൻ വരുന്ന സൂറത്തുൽ മാഇദയിലെ 32ാമത്തെ ആയത്ത് മുതൽ 70ാമത്തെ ആയത്ത് വരെ സാക്കിനായ നൂനും തൻവീനും മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കിയിട്ട് വേണം ഓതാൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? നഹ്ഫദ് സൂറത്തുൽ മുൽക്ക്. മുൽക്കാണ് നിങ്ങൾക്ക് ഹിഫ്ലിന് വരുന്നത്, കാണാതെ പഠിക്കാൻ. 3 നമ്മൾ 3-4 ആയത്തുകളാണ് മുൽക്കിലെ. അപ്പോൾ അത് ഓരോ പാഠത്തിൻ്റെയും കൂടെ പറയുന്ന ആയത്തുകൾ അതിൻ്റെ കൂടെ പഠിച്ചു പോയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ കഴിയും. മനസ്സിലാക്കുക. പിന്നെ നമുക്ക് അദ്കാർ, ദിക്റുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ദിക്റുകളുണ്ട്. നിസ്കാരത്തിൻ്റെ ദിക്റുകളും വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ കുറേ ദിക്റുകൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് ഇതിൻ്റെ കൂടെ പഠിക്കുക. പിന്നെ ദഫ്തർ തോലിബ് നമുക്ക് നോക്കാം. ദഫ്തർ തോലിബിൽ ആദ്യം തന്നെ സാക്കിനായ നൂനിൻ്റെ തൻവീനിൻ്റെയും വിധികൾ നമ്മളിപ്പോൾ പഠിച്ചത് പ്രകാരം നൂനിനും തൻവീനിന് ശേഷം വന്നത് ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇവിടെ നൂനിന് ശേഷം ഫാ വന്നു, ഇഖ്ഫാ. മനസ്സിലാക്കുക. പിന്നെ തൻവീനിന് ശേഷം അംസ വന്നു, ഇൽഹാർ. ഇവിടെ നൂനിന് ശേഷം ഫാ വന്നു, ഇഖ്ഫാ. അടുത്തതാ മിൻകും. നൂനിന് ശേഷം കാഫ് വന്നു, ഇഖ്ഫാ. ലമല്ലം. നൂനിന് ശേഷം ലാമ് വന്നിട്ടുണ്ട്, ഇദാമും ബിലാവുന്ന. ഫഇൻ അസാബത്ത്, ഇൽഹാർ. ഉദാഹരണം മുസീബത്തുൻ കാല. തൻവീന് ശേഷം കാഫ്, ഇക്ലാബ്. അൻഅമ. അൻഅമ എന്നിടത്ത് നൂനിന് ശേഷം ഐന് വന്നു, ഇൽഹാർ. പിന്നെ അക്കുമ്മാക്കും. നൂനിന് ശേഷം മീമ്. എന്തായിരുന്നു മീം? ഏതിൻ്റെ ആയിരുന്നു? ഇത് ആമുമ്പി ഉന്ന. അപ്പം അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം. അതാ ഫളുലും മിൻ. തൻവീനിന് ശേഷം മീമ്, ഇത് ആംബി ഉന്ന. ക അല്ലം, ഇത് ആംബില ഉന്ന. തക്കുംബൈനക്കും. തക്കുംബൈനക്കും, ഇക്ലാബ്. നൂനിന് ശേഷം ബ, ഇക്ലാബ്. മവദ്ദത്തു യാ ലൈതനി. തൻവീന് ശേഷം യാ, ഇത് ആംബി ഉന്ന. കുന്തും, താ. നൂനിന് ശേഷം താ, ഇഖ്ഫാ. തൻവീന് ശേഷം ഐന്,
ഇൽഹാർ. ദുന്യ നൂനിന് ശേഷം യാ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് നമുക്ക് നൂനിന് ശേഷം യാ ഒരേ പദത്തിലാണ്. ഇവിടെ ഇൽഹാറ മുത്തലക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് താഴെ ക്ലാസ്സിൽ. ഇൽഹാറ മുത്തലക്ക് ഒരേ പദത്തിൽ ചേർന്ന് വരുമ്പം ഇദാം ബിയുന്നയുടെ അക്ഷരവും സാക്കിനായ നൂനും ഒരേ പദത്തിൽ ചേർന്ന് വരുമ്പോൾ അത് അവിടെ ഇൽഹാറ മുത്തലക്കാണ്. ഇൽഹാറ ചെയ്യൽ നിർബന്ധമാണ്, മനസ്സിലാക്കട്ടോ. പിന്നെ എന്താണ് വമൻ യുക്കാത്തിൽ ഇദാം ബിയുന്ന. അജ്റൻ അലീമ തൻവീന് ശേഷം അയിന് ഇൽഹാർ. മിംബഅദി ഇക്ലാബ് നൂന് ശേഷം ബാ. ബയ്യം ബൈനഹും തൻവീന് ശേഷം ബാ ഇക്ലാബ്. കലിമത്തും സബക്ക തൻവീന് ശേഷം സീന് ഇഖ്ഫാ. അജലിം മുസമ്മ തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഉന്ന. മിംബഅദി ഇക്ലാബ് ശക്കിം മിൻഹു തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഉന്ന. മിൻഹു എന്നത് നൂന് ശേഷം ഹാ വന്നിട്ടുണ്ട് ഇൽഹാർ. അപ്പോൾ ഇത്രയാണ് ഇതിൽ കണ്ടത്. അപ്പോൾ ഇനി ഞാൻ അടയാളപ്പെടുത്താൻ വിട്ടു പോയതൊക്കെ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അടയാളപ്പെടുത്തുക, മനസ്സിലാക്കുക. ഇനി നമ്മളിവിടെ താഴെ ഓരോന്നിനും ഉദാഹരണം ഇങ്ങോട്ടെടുത്ത് എഴുതണം. മുകളിൽ എഴുതിയത് പോലെ ഇതിൽ നിന്ന് മുകളിലുള്ള സൂറത്തിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ഓരോ ഉദാഹരണം. ഇൽഹാറു നൂനി സാക്കിന, സാക്കിനായ നൂന് കൊണ്ട് ഇൽഹാർ ആയതിന് ഒരു ഉദാഹരണം അവിടെയൊക്കെ എടുത്ത് എഴുതാനാണ്. നമുക്കിത് അവിടെ ഫ ഇൻ അസ്വാബത്തുക്കും എന്നുള്ളത് അവിടെ ആദ്യം എഴുതി കൊടുക്കാം. ഫ ഇൻ അസ്വാബത്തുക്കും. അടുത്തത് ഇദ്ഗാമു നൂനി സാക്കിന, സാക്കിനായ നൂന് കൊണ്ട് ഇദ്ഗാമായതിന് ഇതെഴുതാം. വമൻ യുക്കാത്തിൽ നൂനിന് ശേഷം യാ വന്നത് വമൻ യുക്കാത്തിൽ എന്നത് അവിടെയൊക്കെ എഴുതാം. അടുത്തത് ഇദ്ഗാമു നൂനി സാക്കിനത്ത് ബിലാ ഉന്ന, ബിലാ ഉന്ന ഇദ്ഗാമു ബിലാ ഉന്ന സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാം ബിലാ ഉന്നയുടെ അക്ഷരം വന്നത് ഇതെഴുതാം. ക അല്ലം, ക അല്ലം നൂനിന് ശേഷം ലാമു വന്നു. അടുത്തത് ഇക്ലാബു നൂനി സാക്കിന, സാക്കിനായ നൂന് കൊണ്ട് ഇക്ലാബായത്. മിംബഅദി, മിംബഅദി എന്ന് നമുക്ക് അവിടേക്ക് എഴുതി വെക്കാം. നൂനിന് ശേഷം ബാ വന്നു. അടുത്തത് ഇഖ്ഫാ നൂനി സാക്കിന, സാക്കിനായ നൂന് കൊണ്ട് ഇഖ്ഫാ ആയത്. ഫ അൻഫിറു, ഫ അൻഫിറു നൂനിന് ശേഷം ഫാ വന്നു ഇഖ്ഫായിൻ്റെ അക്ഷരമായ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറ്റുദാഹരണങ്ങളൊക്കെ എഴുതാം. അതാ കുന്തും നൂനിന് ശേഷം താ വന്നു ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. മിൻകും, മനസ്സിലായില്ലേ? അപ്പോൾ മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തത് എന്താണ്? നുജിബ്, ഉത്തരം എഴുതണം. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 വിധികൾ ഏതൊക്കെയാണ് 5 വിധികൾ നമ്മൾ പറഞ്ഞു? എന്തൊക്കെയാണ് അവിടെയൊക്കെ എഴുതുക. ഇൽഹാർ, ഇദ്ഗാം ബിഉന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഓക്കെ. അപ്പോൾ ഇൽഹാർ, ഇദ്ഗാം ബിഉന്ന, ഇദ്ഗാം ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇതാണ് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 വിധികൾ. അടുത്തത് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീനിൽ ഇൽഹാറിൻ്റെ ഹർഫുകൾ ഏതെല്ലാം? സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളിൽ ഇൽഹാറിൻ്റെ ഹർഫുകളാണ്. ഇൽഹാറിൻ്റെ ഹർഫുകൾ 6 എണ്ണം നമ്മൾ പാഠത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഹംസ, ഹ, ഐന്, ഹ, ഒയിന്, ഹ. അപ്പോൾ അത് അവിടെയൊക്കെ എഴുതുക ഇൽഹാറിൻ്റെ ഹർഫുകൾ. അടുത്തത് എന്താണ്? ഇദ്ഗാം ബിഉന്നയുടെ ഹർഫുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? നൂന്, വാവ്, മീമ്, യാ. ഇതാണ് ഇദ്ഗാം ബിഉന്നയുടേത്. അടുത്ത ഇദ്ഗാം ബിലാ ഉന്നയുടേത്. ഇദ്ഗാം ബിലാ ഉന്നയുടെ ഹർഫുകൾ ലാമ്, റാ. അത് എഴുതുക. അടുത്തത് ഇഖ്ഫായിൻ്റെത്. ഇഖ്ഫായിൻ്റെ ഹർഫുകൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ 15 ഹർഫുകളുണ്ട്. അപ്പോൾ അതവിടേക്ക് ഓർഡർ പ്രകാരം എഴുതുക. അടുത്തത് സാക്കിനായ നൂനിനെയും തൻവീനെയും ഇക്ലാബ് ചെയ്യണം എപ്പോൾ എന്നാണ്. എപ്പോഴാണ്?
നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ബാ വന്നാൽ, നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ബാ വന്നാൽ ഇക്ലാബ് ചെയ്യണം. അങ്ങനെ ഇക്ലാബിനെ കുറിച്ചിട്ട് എഴുതാം. അതുപോലെ തന്നെ ഓരോ ചോദ്യം വന്നാൽ ഇദാം ബിലാഉന്ന ചെയ്യണം എപ്പോൾ എന്ന് വെച്ചാൽ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം ലാമ് റാ എന്നീ ഹർഫുകൾ വന്നാൽ ഇദാം ബിലാഉന്ന ചെയ്യണം. അതുപോലെ ഇക്ലാബിൻ്റെതും ഇദാം ബിഉന്നയുടേതും ഇൽഹാറിൻ്റേതും ഇഖ്ഫായിൻ്റെതൊക്കെ നമുക്ക് ഏതെങ്കിലും അക്ഷരങ്ങൾ വന്ന് താഇനെ ഇഖ്ഫാ ചെയ്യണം എപ്പോൾ എന്ന് വെച്ചാൽ നൂനിന് ശേഷം, സാക്കിനായ നൂനിനും തൻവീനും ശേഷം താ വന്നാൽ താഇനെ ഇഖ്ഫാ ചെയ്യണം. നൂനിനും തൻവീനും ശേഷം താ വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം എന്ന് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് നമുക്കിവിടെ തഹ്സീസ് വരുന്നത് എന്താണ്? സൂറത്തുൽ മാഇദയിലെ 41-ാമത്തെ ആയത്ത് യാ അയ്യുഹർ റസൂൽ, അതിൽ വഖഫിൻ്റെ ഈ ചിഹ്നം വരുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? രണ്ടാലൊരിടത്ത് വഖഫ് ചെയ്ത് ഓതുന്ന ആ രീതി നോക്കിയിട്ട് ഓതാനാണ്. തജ്വീദ് നിയമം മനസ്സിലാക്കി ഓതാനാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ വരുന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത പാഠം തൻവീനിൻ്റെതാണ്. അപ്പോൾ അതുകൂടി അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കണം. ഇത്രയും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറയുന്നതൊക്കെ കട്ട് ചെയ്യാൻ വിട്ടു പോകുന്നുണ്ടെങ്കിൽ അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.